ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായം കണ്ടെത്താനാകാതെ ബി.ജെ.പി. എൻ.ഡി.എ സഖ്യകക്ഷികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ചർച്ചയിലും തീരുമാനമായില്ല. സ്പീക്കർ പദവി തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് ജെ.ഡി.യുവും ടി.ഡി.പിയും. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായം കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാക്കിയാണ് ബി.ജെ.പി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം എൻ.ഡി.എ സഖ്യകക്ഷികളുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അന്തിമ തീരുമാനത്തിലെത്തിയില്ല. സുപ്രധാന വകുപ്പുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജെ.ഡി.യുവും ടി.ഡി.പിയും. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാമെന്ന നിലപാടിലാണ് ബി.ജെ.പി. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന ആവശ്യം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട്. ബി.ജെ.പി. സ്പീക്കർ പദവി ഏറ്റെടുത്താൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം. എൻ.ഡി.എ ഘടകകക്ഷികൾക്കാണ് സ്പീക്കർ പദവിയെങ്കിൽ പിന്തുണച്ചേക്കും. കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സ്പീക്കർ പദവി വിട്ടു നൽകിയാൽ ഭാവിയിൽ അവിശ്വാസം ഉൾപ്പെടെ നേരിടേണ്ടി വന്നാൽ തിരിച്ചടിയാകുമോ എന്ന ഭയം ബി.ജെ.പിക്കുണ്ട്. അതിനാൽ കഴിഞ്ഞ സഭയിലെ സ്പീക്കർ ഓം ബിർളയെ തന്നെ നിലനിർത്താനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ഓം ബിർളയുടെ വസതിയിലെത്തി അമിത്ഷായും ജെ.പി. നദ്ദയും ഉൾപ്പെടെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എൻ.ഡി.എ ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയം പൂർത്തിയാക്കിയ ശേഷം ബി.ജെ.പി. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും. ഈ മാസം 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കൈരളി ന്യൂസ്, ദില്ലി.